എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആരെയെങ്കിലും ഉപദേശിച്ച് നന്നാക്കുവാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ പറയുന്നത് സത്യവുമാണ്, ആത്മാർത്ഥമായി അവരെ നന്നാക്കണം എന്ന ഉദ്ദേശവും ആണ്. എന്നാൽ ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതായത് നിങ്ങൾ ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? ഒന്നുകിൽ അവർ നിങ്ങളെ വെറുക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വലിയ ശത്രുവായി മാറും. അല്ലേ? പലരും അങ്ങനെയാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ മാത്രമേ താല്പര്യം കാണിക്കുകയുള്ളൂ. നല്ല ഭാര്യമാരുടെ 3 ലക്ഷണങ്ങൾ ഏതൊക്കെ? നല്ല ഭാര്യ ഒരിക്കലും ഒരിടത്തും ഭർത്താവിനെ താഴ്ത്തിക്കെട്ടാൻ നോക്കുകയില്ല. ഭർത്താവ് കുറച്ച് സമ്പാദിച്ചാൽ, അതല്ല എങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അവരെ ഒരിക്കലും താഴ്ത്തിക്കെട്ടുകയില്ല. നല്ല ഭാര്യ ഒരിക്കലും അവളുടെ വീട്ടിൽ ഭർത്താവിനെ പറ്റി കുറ്റം പറയുകയില്ല. അതുപോലെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് ഇവൾ കേൾക്കുകയുമില്ല. അതുപോലെ അവളുടെ ഭർത്താവിനെ കുറ്റം പറയാൻ അവൾ അനുവദിക്കുകയുമില്ല. നല്ല ഭാര്യ പ്രയാസകരമായ സമയത്ത് ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കും, കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വഴക്കിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്? ഭാര്യ ഭർത്താവിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ ഭർത്താവിനോട് കാര്യമില്ലാത്ത കാര്യത്തിനായി വഴക്കുണ്ടാക്കുന്നു. എന്നാൽ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ഭാര്യയുമായി വഴക്കിടുന്നത് നിർത്തുന്നു. ഏത് പുരുഷനാണോ സ്ത്രീയെ കൂടുതൽ സ്നേഹിക്കുകയും സംരക്ഷണവും നൽകുന്നത്, ആ പുരുഷനെ ആ സ്ത്രീ ഒരിക്കലും ബഹുമാനിക്കുകയില്ല എന്നത് വളരെ അവിശ്വസനീയമായ ഒരു സത്യമാണ്. ഇന്നത്തെ കാലത്തെ ഒരു കൈപ്പേറിയ സത്യം ഇതാണ്: ഒരു പുരുഷന് കൂടുതൽ പേരുമായി പരിചയമുണ്ട്, കൂടുതൽ പേർക്ക് അവരെ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ ഒരു നല്ല വ്യക്തിയാണ്. അയാളുടെ പെരുമാറ്റം വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഒരു സ്ത്രീയെ അതുപോലെ എല്ലാവർക്കും അറിയാമെങ്കിലോ എന്തായിരിക്കും? പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതത്തിലെ 4 കൈപ്പേറിയ സത്യങ്ങൾ ഇതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ സന്തുഷ്ടരാക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ സത്യം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ജീവിതം അവസാനിച്ചാലും നിങ്ങളുടെ ഉത്തരവാദിത്വം ബാക്കിയുണ്ടാകും. മൂന്നാമത്തെ സത്യം, മറ്റുള്ളവർക്ക് എത്രയൊക്കെ ചെയ്താലും, മറ്റുള്ളവർക്കായി ജീവിച്ചാലും ആരും നിങ്ങളെ വകവെച്ച് തരാൻ പോകുന്നില്ല. 4, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കുവാൻ സാധിക്കില്ല. കാരണം അവരുടെ കർമ്മഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് വെറുതെ വ്യാകുലപ്പെട്ടിരിക്കാതെ ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.